ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ഗൈസ്, ഞാൻ പറയാത്തതുകൊണ്ടാണ്. നിങ്ങൾ എന്താണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്താ ഗൈസ്. ഒരുപാട് ഇപ്പം എക്സാമിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇത് ചെയ്യുന്നതാണ് ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നതിൽ ഇത്ര പാടുണ്ടോ, ഒന്ന് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം. ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പൊന്നണ്ണ, മെസ്സി റൊണാൾഡോയും മാത്രമായിരുന്നു മുമ്പ് ഈ അവാർഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ റേസിലോട്ട് എത്തിയല്ലേ, എന്താ ചെയ്യാനാടാ, ഒരു വഴിക്ക് പോവല്ലേ, ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. എന്തായാലും ഈ വർഷം മിന്നി കത്തി കൊച്ചു കേള്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ ആ ബാലൻഡിയോർ വാങ്ങിക്കുമ്പം കുറെ നാറികൾ പറഞ്ഞിരുന്ന് ഞാൻ എന്താ ഇവിടം വെച്ച് എല്ലാം അവസാനിപ്പിക്കുക, അവർക്കും കൂടെയുള്ള മറുപടിയാണ് ഇത്. ഇപ്പം എന്തോ അടുത്ത പ്ലാൻ എന്തോ? 2026 ഫിഫ വേൾഡ് കപ്പ് തന്നെ. ഫ്രാൻസിന്റെ തുറപ്പിയിട്ടാണല്ലേ എന്തെന്നല്ലേ ഈ പറഞ്ഞുതരാം. ഇവിടെ ഒന്നുമില്ല. ഫ്രാൻസ് എന്ന രാജ്യം ലോക ഫുട്ബോളിന് സമ്മാനിച്ച മറ്റൊരു യുവ പ്രതിഭ ഒസ്മാൻ ഡംബലെ. അദ്ദേഹം ഇന്നലെ ഫിഫ ദി ബെസ്റ്റ് മെൻസ് അവാർഡ്, അതായത് മെൻസ് പ്ലെയർ അവാർഡ്, അതായത് ഫിഫ ഫുട്ബോൾ ലോകത്തെ ഒരു വർഷത്തെ ഏറ്റവും മികച്ച പുരുഷ താരത്തിന് കൊടുക്കുന്ന അവാർഡ് ഇന്നലെ അദ്ദേഹം സ്വന്തമാക്കി. ഈ 2025 എന്ന വർഷം താര നക്ഷത്രമായി ഫ്രാൻസിന്റെ യുവകരുത്തായി ഫ്രാൻസിന്റെ താര നക്ഷത്രമായി ഒസ്മാൻ ഡംബലെ ജ്വലിക്കുന്ന കാഴ്ചയാണ് ഫുട്ബോൾ ലോകം സാക്ഷികളായത്. നമുക്ക് അതിലേക്കൊന്ന് വരാം. 2025 യുഎഫ അദ്ദേഹത്തിന്റെ ടീമായ PSG വേണ്ടി യുഎഫ ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ ടീമായ PSG വേണ്ടി ഫ്രഞ്ച് ലീഗ് എന്ന ഫ്രാൻസിലെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗ് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക്. PSG വേണ്ടി തന്നെ കോപ്പാടി ഫ്രാൻസ് നേടുന്നതിൽ പ്രധാന പങ്ക്. പിന്നെ അങ്ങനെ ഒരുപാട് കിരീടങ്ങൾ. അതുകൂടാതെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് PSG എത്തിക്കുന്നതിൽ നിർണായക പങ്ക് അദ്ദേഹം വഹിച്ചു. ഇങ്ങനെ എത്ര നേട്ടങ്ങൾ. കൂടാതെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ചവന് നൽകുന്ന ബാലൻഡിയോർ അവാർഡും അദ്ദേഹമാണ് ഈ വർഷം നേടിയത്. അങ്ങനെ ഒസ്മാൻ ഡംബലെ എന്ന സൂപ്പർ സ്റ്റാർ മിന്നി കത്തിക്കളിക്കുന്ന കാഴ്ചയാണ് ഫുട്ബോൾ ലോകം കണ്ടത്. ഒന്ന് ഓർക്കണം, ലമീൻ യമാലിനെ പോലെയുള്ള താരങ്ങൾ ഉൾപ്പെടെ, അതായത് അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ യുവതാരങ്ങൾ, ലോക ഫുട്ബോൾ മിന്നിക്കത്തുന്ന യുവതാരങ്ങൾ ഉള്ളപ്പോഴാണ് അദ്ദേഹം ഈ ഒരു അവാർഡ് നേടിയതെന്ന് ഓർക്കണം. ആ ഒരു നോമിനേഷൻ ലിസ്റ്റിലുള്ളപ്പോഴാണ് അദ്ദേഹം ഈ അവാർഡ് നേടിയതെന്ന് ഓർക്കണം. എന്തായാലും ഒസ്മാൻ ഡംബലെ എന്ന ഫ്രഞ്ച് താരം അഴിഞ്ഞാടിയ ഒരു വർഷമായിരുന്നു 2025. എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ